ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ പുറന്താളുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ആദ്യമായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ആക്റ്റീവ് പാരന്റിംഗിന്റെ ഇന്നത്തെ സെഷനിൽ ഇന്റഗ്രിറ്റി ആൻഡ് ഓണസ്റ്റി കീ ടു ബിൽഡിംഗ് ട്രസ്റ്റ്, സത്യസന്ധതയും ധാർമ്മികതയും വിശ്വാസത്തിലേക്കുള്ള താക്കോൽ. അപ്പൊ ഇവിടെ പ്രധാനമായിട്ടും രാംജി വള്ളത്ത് പറയുന്നത് കുഞ്ഞുങ്ങൾ നുണ പറയുമ്പോൾ അതിനെങ്ങനെ കൈകാര്യം ചെയ്യാം എന്നതിനെ പറ്റിയിട്ടാണ്. കുഞ്ഞുങ്ങൾ സ്ഥിരമായ ഒരു കാര്യത്തിനെ കുറിച്ച് കള്ളം പറയുകയാണെങ്കിൽ അതിനെ ഗൗരവമായി തന്നെ എടുക്കേണ്ടതുണ്ട്. അതായത് ഹോംവർക്ക് ചെയ്യാനുണ്ടായിരുന്നിട്ടും ചെയ്തു എന്ന് കള്ളം പറയുകയാണെങ്കിൽ അത് ചെയ്യാതിരുന്നാലുള്ള ഭവിഷ്യത്ത് എന്താണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും അവരുടെ കൂടെ ഇരുന്ന് ഹോംവർക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യേണ്ടതാണ്. അടുത്ത പോയിന്റ്, തെറ്റുകൾ എങ്ങനെയാണ് തിരുത്തേണ്ടത്. അതായത് കുഞ്ഞുങ്ങൾ വന്നിട്ട് എനിക്ക് ഇങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചു, ഫോർ എക്സാമ്പിൾ എന്റെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് തറയിൽ വീണ് പൊട്ടിപ്പോയി എന്ന് വന്ന് പറയുമ്പോൾ അവരെ മുൻവിധിയോടെ കാണാതെ നീ ചെയ്ത് തെറ്റാണ് എങ്കിലും സാരമില്ല, ആർക്കും തെറ്റു പറ്റാമല്ലോ, നമുക്കത് ഒന്നിച്ച് ക്ലീൻ ചെയ്യാം എന്ന് പറഞ്ഞ് അവരെ തിരുത്താൻ ശ്രമിക്കുക. അടുത്തത് സത്യസന്ധതയെ പ്രോത്സാഹിപ്പിക്കുക. കുഞ്ഞൊരു തെറ്റ് ചെയ്തു എന്ന് ഓപ്പണായിട്ട് വന്ന് പറയുമ്പോൾ അവരെ വിമർശിക്കുന്നതിന് പകരം അല്ലെങ്കിൽ എനിക്കറിയാമായിരുന്നു നീ അങ്ങനെ ചെയ്യുള്ളൂ എന്ന് പറയുന്നതിന് പകരം നീ ചെയ്ത് തെറ്റാണ് എങ്കിലും സാരമില്ല, നീ പക്ഷെ വന്ന് ഞങ്ങളുടെ അടുത്ത് ഓപ്പണായിട്ട് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് അതിനെ പ്രോത്സാഹനം കൊടുക്കുക. അപ്പോൾ അവർക്ക് തെറ്റ് ചെയ്താലും വന്ന് പറയാനുള്ളൊരു ധൈര്യം കിട്ടും. പിന്നെ എപ്പോഴും പറയുന്ന കാര്യം തന്നെയാണ്, മാതാപിതാക്കളാണ് കുഞ്ഞുങ്ങളുടെ മാതൃക എന്നുള്ളത്. മാതാപിതാക്കൾ തങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം സത്യസന്ധത പുലർത്തുന്നു എന്ന് കുഞ്ഞുങ്ങൾ കണ്ടു പഠിക്കുന്നോ അത് തന്നെയായിരിക്കും കുഞ്ഞുങ്ങളും ശീലിക്കുക. അതോടൊപ്പം സത്യസന്ധതയെ കുറിച്ചുള്ള കഥകൾ പറഞ്ഞു കൊടുക്കാം. പാരന്റ്സിന് അവരുടെ ഓഫീസിലേക്ക് ജീവിത അനുഭവങ്ങൾ കുഞ്ഞുങ്ങളുമായിട്ട് ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ചുരുക്കത്തിൽ കുട്ടികൾക്ക് തെറ്റുകൾ പറ്റുമ്പോൾ അവരെ വിമർശിക്കാതെ അല്ലാതെ അവരെ ഒരു നാണക്കേടിലേക്കൊന്നും നയിക്കാതെ അതിനെ സൗമ്യമായി പരിഹരിക്കുകയും അവരൊരു കാര്യം ഒന്ന് ഓപ്പണായിട്ട് പറയുമ്പോൾ അതിനെ അഭിനന്ദിക്കുകയും ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.